Hello friends, Assalamualaikum. Welcome back to our channel. ഇന്ന് ഞാനിവിടെ ഒരു ചിക്കൻ മന്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് അടിപൊളി ഒരു ചിക്കൻ മന്തി റെഡിയാക്കി എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ മന്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോന്റെ കുറച്ച് വലിയ പീസസ് ആക്കി മുറിച്ചിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായി നമ്മൾ മന്തി തയ്യാറാക്കുന്ന പാത്രത്തിന്റെ അടിയിലായിട്ട് ഈ ചിക്കൻ ഓരോന്നായിട്ട് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ഈ ചിക്കൻ പീസസിൽ ഓരോ കുത്തിട്ട് കൊടുക്കാം. മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു വലിയ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അടുത്തതായി 1 ടേബിൾ സ്പൂൺ മന്തി മസാല, അടുത്തതായി ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം മസാലപ്പൊടികളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല, എന്നാൽ തന്നെ നല്ല ടേസ്റ്റ് കിട്ടും. ഇത് ജീരകപ്പൊടിയാണ്, വലിയ ജീരകത്തിന്റെ പൊടി, അതൊരു 1/2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മുടെ മാഗി ക്യൂബ് തന്നെയാണ്. അത് ഞാൻ ഇവിടെ 2 എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 or 3 ഒക്കെ ആക്കാം, ടേസ്റ്റ് കൂടുള്ളൂ. ഇനി നമുക്കൊരു ഇതിൻ്റെ ഒരു ഡെക്കറേഷൻ എന്ന് പറയുന്ന പോലെ നമ്മൾ ഇതിലേക്ക് ഒരു ഫുഡ് കളർ ആഡ് ചെയ്യും. എൻ്റെ അടുത്ത് ഫുഡ് കളറിൻ്റെ ലിക്വിഡായിട്ടില്ല, പൗഡറാണ്, സോൾട്ട് കൂടിയിട്ടുള്ളൊരു പൗഡറാണ്. അപ്പം അത് ഞാനൊരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണേ യൂസ് ചെയ്താൽ മതി, നമ്മുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഞാൻ കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, അതിനുശേഷം വേവിച്ചെടുക്കാം. ഇപ്പൊ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ കുറച്ചും കൂടി ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു വൈറ്റ് ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് അരി അടുപ്പത്തിടാം. ഇവിടെ ഞാൻ അരി തിളപ്പിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, ഞാൻ നെയ്ച്ചോറിനൊക്കെ ചെയ്യുന്ന പോലെ വറ്റിച്ചെടുക്കാൻ ചെയ്യുന്നത്. ഞാൻ ഈ വെള്ളത്തേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു, പിന്നെ ഒരു 1/2 പൊട്ട് നാരങ്ങ, പിന്നെ ഉപ്പും കുരുമുളകും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ അരി കുതിർത്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരി ഒരു 10 മിനിറ്റേ കുതിർത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നല്ല വേവുള്ള അരിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ഒക്കെ കുതിർത്ത് വെക്കേണ്ടി വരും. നമ്മളങ്ങനെ കുതിർത്താൽ തന്നെ നമുക്ക് കുറച്ച് നേരം കൊണ്ട് തന്നെ കുക്കായി കിട്ടും. ഇപ്പം നമ്മുടെ അരി നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്, ഏകദേശം നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വെള്ളം വറ്റിയാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ എന്തായി നോക്കാം. നമ്മുടെ ചിക്കനും ഇവിടെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. 2 സൈഡും മറിച്ചിട്ട് വേവിക്കണം. അപ്പോൾ 2 സൈഡും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പാകമായിട്ടുള്ള അരി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം.
ഞാനൊരു ചെറിയ ഗാർണിഷിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 തരം കളറും ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കൂടെ. പിന്നെ യെല്ലോ കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ മറ്റേത് ഫുഡ് കളറ്, റെഡ് ഫുഡ് കളറാണ്. ഇത് കളറ് വേണ്ടവർക്ക് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ മതി, ടേസ്റ്റ് ഉണ്ടാവും എന്നാലും. പിന്നെ ഞാനൊരു 5-6 പച്ചമുളകും കൂടി അങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഈ ഒരു റൈസിന്. ഇതുപോലെ തന്നെ ചെയ്യണം. അടുത്തതായി നമ്മുടെ റൈസും സ്മോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നടുവിൽ ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കത്തിച്ച് വെച്ച ചാർക്കോളും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ആ പുക വരുന്ന ആ ടൈമിൽ തന്നെ നമുക്കിത് മൂടി വെക്കണം. ഇനി ഒരു 30 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ചാർക്കോളൊക്കെ എടുത്ത് മാറ്റി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക.